എൻ്റെയും ആദർശിൻ്റെയും പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്തൊക്കെ വന്ന് പരാതിയൊക്കെ പറയാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഈ കല്യാണവും നടക്കുന്ന ഒരു ശാശ്വതവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കല്യാണം നടത്താനൊക്കെ ഉദ്ദേശമെങ്കിൽ എനിക്ക് മുത്തശ്ശിനെ എതിർക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളാരും വിചാരിക്കുന്ന കണക്ക് അത്ര നല്ല കുട്ടിയൊന്നും അല്ല അവന്തികയെന്നൊക്കെ നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കല്യാണം നടന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് വെറുപ്പ് തോന്നുമെന്നൊക്കെ നമ്മൾ അനി ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് കേട്ടോ, ഇത് മുത്തശ്ശൻ്റെ തീരുമാനം, നീ അത് അനുസരിക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ എന്ത് തീരുമാനിച്ചാലും അത് നടത്തിയെടുക്കുമല്ലോ, നീ അതുകൊണ്ട് ഈ തീരുമാനം നീ അനുസരിക്കാനൊക്കെ നോക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ അനി പറയുക ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളാണെങ്കിൽ ദേവ്യാനി അടുത്തും പറയുന്നുണ്ട് കേട്ടോ കല്യാണത്തിൽ നടക്കാത്ത കാര്യമൊക്കെ. എന്നിട്ട് ദേവ്യാനിയും എല്ലാവരും ഈ കല്യാണം നടത്താൻ വേണ്ടി തന്നെ അവർ ഉറപ്പിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവ്യാനിയും ഇല്ല ഇത് നടത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ദേവ്യാനിയും പറയുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ അവന്തിക വന്നിട്ടാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം ഒരു മോതിരം മാറ്റൽ ചടങ്ങുകാർ എന്തായാലും നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ അനിയെ നഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട് എന്തായാലും വെച്ചാൽ എനിക്ക് അനിയേട്ടനെ കിട്ടാതെ ആ നന്ദു കാണാം ആ പടിയേറി വന്നു കഴിഞ്ഞാൽ അവളെ നാശമാണെന്നൊക്കെ നമ്മൾ അവന്തികയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദുവും അങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യം ഇപ്പം അനിയുടെ വിവാഹ നിശ്ചയം എന്തായാലും ഞായറാഴ്ച നടക്കാൻ പോകുന്നൊക്കെ നമ്മൾ നന്ദു അറിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിലായിരിക്കും നന്ദു ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമുഖമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.